ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമണത്തിന് തയ്യാറെടുപ്പ് തുടങ്ങിയതായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ജെറുസലേം പോസ്റ്റ് വരെ ആ വിഷയം സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ബാബുൽ മന്ദബിനോട് ചേർന്ന് മിസൈലുകളും ഡ്രോണുകളും വ്യാപകമായി വിന്യസിക്കുന്നതായി കാണാൻ വേണ്ടി സാധിച്ചു. അത് ചില കടൽ തൊഴിലാളികളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൻ്റെ ഭാഗത്താണ് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചില ഭാഗത്ത് വെടിയൊച്ചകൾ കേട്ടു എന്നും പറയുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയതോ അല്ലെങ്കിൽ കപ്പലിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്ന റിപ്പോർട്ടോ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഷിയ മിലീഷ്യ വിഭാഗത്തെ ഏകോപിപ്പിക്കുന്ന സംവിധാനം 2026 ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. പിന്നീട് നിന്നുപോയത് ഫെബ്രുവരി 28 ആക്രമണത്തോടനുബന്ധിച്ച് അതിൻ്റെ തിരിച്ചടികളും ആ രാജ്യത്തെ ഒരു സുരക്ഷിത ഇടമാക്കി മാറ്റുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ, അതായത് ഇറാൻ ഗവൺമെൻറ്റിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഷിയ മിലീഷ്യ ടീമിനെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ ഒരുപാട് താമസം വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മാർച്ച് ആദ്യ വാരത്തോടു കൂടി ഇനിയും ഒരു മാരക യുദ്ധം വരാൻ പോകുന്നുണ്ട് എന്നുള്ളതും തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ മിലീഷ്യ വിഭാഗം ഏകോപിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തണം, അതായത് യുദ്ധമുഹൂർത്ത ഘട്ടം വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുകയും അത് ഈ വിഭാഗങ്ങളെല്ലാം മിലീഷ്യ വിഭാഗങ്ങളെല്ലാം അത് സ്വീകരിക്കുകയും ചെയ്തു. ഹോർമസുമായിട്ട് ബന്ധപ്പെട്ട് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ ഇറാനും അമേരിക്കയും നടത്തുന്നതിനിടയിൽ ഹോർമസിൻ്റെ ഒരൊറ്റ പ്രശ്നത്തിൽ ആ മേഖലയിലൂടെ കപ്പൽ ഗതാഗതം കൃത്യമായ രീതിയിൽ പോകുന്നില്ല എന്ന കാരണത്താൽ ലോക വിപണിയെ പോലും സാരമായിട്ട് അത് ബാധിച്ചു, നമ്മുടെ രാജ്യത്തെയും ബാധിച്ചിട്ടുണ്ട്. അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ സാരമായിട്ട് വിഷയങ്ങളുണ്ട് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. കാര്യം പെട്രോളിയത്തിൻ്റെ വില മാത്രമല്ല കൂടുന്നത്, പെട്രോളിയത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിത്യാവശ്യ സാധനങ്ങളുടെ വിലയും അതോടൊപ്പം അതിനനുബന്ധിച്ചുള്ള എല്ലാ വസ്തുക്കളുടെ വിലയും കൂടും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു കടയിൽ പോയിട്ട് ചായ കുടിക്കുന്ന സമയത്ത് തന്നെ 10 രൂപയാണെങ്കിൽ ചിലയിടത്ത് 12 രൂപയും, അത്യാവശ്യം വലിയൊരു ഹോട്ടലൊക്കെ ഇപ്പോൾ 15 രൂപയാണ് വില. 16 രൂപ വാങ്ങുന്ന ഇടമുണ്ട് എന്നൊക്കെ പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചായയുടെ കാശ് അങ്ങനെ വരുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ കാശ് കൂടിയിട്ടുണ്ട്, പച്ചക്കറിയുടേത് കൂടിയിട്ടുണ്ട്, മത്സ്യ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയിട്ടുണ്ട്, വസ്ത്രങ്ങളുടേത് കൂടിയിട്ടുണ്ട്. അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന അല്ലെ സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന സർവ്വ മേഖലയിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ കാശ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ എല്ലാ ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹോർമുസ് കടൽ അത്ര നിസ്സാരമായിരിക്കുന്ന ഒരു കടലല്ല എന്ന് ഇതിനു മുൻപ് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടതാണ്. വളരെ സിമ്പിളായ രീതിയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇതിനെ കണ്ടത്. അപ്പോൾ അതൊക്കെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിഷയകാര്യങ്ങളൊന്നും ഇല്ല. അത് ഈ അവരിടപെടുന്ന മറ്റ് രാജ്യങ്ങളൊക്കെ എങ്ങനെയാണോ, വെനിസ്വേലയൊക്കെ ഉദാഹരണം പറയുന്നുണ്ട്, അതുപോലൊക്കെ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കുന്നിടത്തുള്ള വലിയ പരാജയമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു, കുറഞ്ഞ ഭാഗം മാത്രമേ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നുള്ളൂ. നാശങ്ങളും നഷ്ടങ്ങളും താരതമ്യം ചെയ്യുന്ന സമയത്ത് വമ്പൻ നാശം അമേരിക്കക്കുണ്ടാകുന്നു. അവരുടെ സർവ്വ മേഖലയും ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നു. സുരക്ഷിത ഇടത്തിന് വേണ്ടിയിട്ട് മറ്റ് മേഖലയെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നതിനോടനുബന്ധിച്ച് ഇപ്പോൾ കാണുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പൗരന്മാർക്ക് ചില നിർദ്ദേശം നൽകിയിരിക്കുന്നു. സുരക്ഷിത ഇടത്തിലേക്ക് മാറണം എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഗൾഫ് ഏരിയയിൽ. നമ്മൾ കാണുന്ന ഗവൺമെൻറ് തലത്തിലുള്ള ഒരു സംവിധാനമല്ല ജനകീയപരമായിരിക്കുന്ന സംവിധാനം. രണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളാണ് രാജ്യത്തിൻ്റെ നിലപാട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പല ഘട്ടങ്ങളിലും ജനങ്ങളുടെ സർക്കാരിൻ്റെ ആ നിലപാട് ആ തരത്തിൽ തന്നെ ജനങ്ങൾ അംഗീകരിച്ചോളണമെന്നില്ല. ആ രീതിയും കൂടി കാണാനുണ്ട്. കാരണം ഈ പൗരന്മാരടക്കമുള്ള സംഘങ്ങൾ ജനങ്ങൾക്കിടയിലൂടെ ജീവിക്കേണ്ടി വരും, അവർക്കിടയിൽ ജോലി ചെയ്യേണ്ടി വരും, അവർക്കിടയിൽ യാത്ര ചെയ്യേണ്ടവരുമാണ്. അപ്പോൾ അവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ സുരക്ഷത്തെ സാരമായിട്ട് അത് ബാധിക്കും. അതാണ് ട്രംപ് പറയുന്നത്, നിങ്ങൾ സുരക്ഷിത ഇടം തേടണം എന്നുള്ളതാണ്. അമേരിക്കയുടെ പൗരന്മാരെ, ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ആശങ്ക അവർക്കുണ്ട്. അവരുടെ ആശങ്ക എന്ന് പറയുന്നത് അവരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത്
പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നവർ ആലോചിക്കുന്നുണ്ട്. അമേരിക്കൻ സൈനികർക്ക് എന്താണെങ്കിലും അമേരിക്കയുടെ യൂണിഫോം ഇട്ട് മാത്രമേ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കൂ. അമേരിക്കയുടെ പൗരന്മാരാണെന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എപ്പോൾ വന്നു, എങ്ങനെ വന്നു, എവിടെ ജോലി ചെയ്യുന്നുണ്ട്, എപ്പോൾ തിരിച്ചു പോകുന്നു എന്നടക്കമുള്ള അങ്ങനെയുള്ള ഒരു വിചാരണ ചില ഇടങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള അതൊന്നും റിപ്പോർട്ട് ആയിട്ട് പുറത്തു വരാത്തതാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചെറിയ രീതിയിലുള്ള ആക്രമണം നടത്തി വലിയ നഷ്ടമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തി അവർ ചെയ്യുന്നു. എന്തെങ്കിലും വാരി വലിച്ച് എറിഞ്ഞിങ്ങായിട്ട് പൊട്ടിക്കുന്ന പ്രവൃത്തി അല്ല ചെയ്യുന്നത് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് ഒരു ലക്ഷ്യങ്ങളില്ലാത്ത രീതിയിലാണ്. ആ രാജ്യത്ത് ആക്രമിച്ചു 100 എടുത്ത് 200 എടുത്ത് എന്നൊക്കെ നമ്മളിങ്ങനെ നിത്യേനപ്പോൾ കേൾക്കുക. 50 എടുത്ത് ആക്രമിച്ചു, അത് ശക്തമായിരിക്കുന്ന ആക്രമണമാണ്. അവിടുന്ന് റിപ്പോർട്ട് വരുന്നതോ ഒരു ആൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ 10-12 പേർക്ക് പരിക്കേറ്റു എന്ന തരത്തിലാണ്. അലക്ഷ്യമായ രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ വ്യത്യസ്തമായിരിക്കുന്ന ഇറാനിയൻ മേഖലകളിലും നഗരങ്ങളിലും അവർ നടത്തുന്നുണ്ട്. എന്നാൽ പലയിടങ്ങളിലും 35 വിമാനങ്ങളെങ്കിലും IRGC വെടിവെച്ചിട്ടു എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ യുദ്ധം തുടങ്ങിയ ശേഷം, അഥവാ ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഇറാൻ ആക്രമിക്കുകയും അവിടെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി കൊല്ലപ്പെടുകയും ചെയ്ത ആ ദിവസത്തിന് ശേഷം കൂട്ടുന്ന സമയത്ത് 2 മാസം അല്ലെ 3 മാസത്തിനിടയിലായിട്ട് ഇത്രയും വിമാനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിലുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വിമാനം തകർക്കപ്പെടുന്നത് അത് വലിയ യുദ്ധ പരാജയമായിട്ട് തന്നെ അമേരിക്ക മനസ്സിലാക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിമാനം തകരുന്നതോ ആ ഒരു വിമാനത്തിലെ പൈലറ്റ് മരണപ്പെടുന്നതോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. ബദലായിരിക്കുന്ന ഒരു വിമാനം വരും, ബദലായിരിക്കുന്ന ഒരു സൈനികർ വരും. സ്വാഭാവികമായിട്ടൊരു ഭരണാധികാരി അങ്ങനെ ചിന്തിക്കേണ്ടതുള്ളൂ. അല്ലാതെ സൈനികരുടെ മരണത്തിൽ ദുഃഖാചരണം നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രവർത്തികളൊന്നുമില്ല. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാങ്കേതിക സംവിധാനം ചോർത്തപ്പെട്ടു പോവുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. അപ്പോൾ അവരുടെ 5ാം തലമുറയിൽപ്പെട്ട F-35 യുദ്ധവിമാനം തകർന്നു വീണാൽ പിന്നീട് അമേരിക്കയ്ക്കുള്ള വെപ്രാളം എന്ന് പറയുന്നത് ആ വിമാനത്തെ എങ്ങനെയെങ്കിലും ഇറാൻ്റെ ഭൂമിയിൽ നിന്ന് പുറത്ത് ചാടിക്കണം, അത് തിരിച്ചേൽപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വീണ് കഴിഞ്ഞാൽ പിന്നീട് അവർ അത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ സാങ്കേതിക സംവിധാനം കൃത്യതയോടുകൂടി പഠിച്ച് വല്ലാതെ വൈകാതെ F-35 സ്വന്തമായിട്ട് ഇറാൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇറാൻ ഉണ്ടാക്കുന്ന F-35 യുദ്ധവിമാനം അല്ലെങ്കിൽ ഇറാൻ ഉണ്ടാക്കുന്ന മിസൈലും അമേരിക്ക വിൽപ്പനക്ക് വെച്ച അല്ലെങ്കിൽ ഇസ്രായേൽ വിൽപ്പനക്ക് വെച്ച മിസൈലിനും ഇപ്പോൾ ഡിമാൻഡ് ലോക മാർക്കറ്റിൽ ഇറാൻ്റേതാണ്. അതിൻ്റെ പ്രഹരശേഷിയും ശക്തിയും ലോകം കണ്ടു കഴിഞ്ഞു. നേരെ മറിച്ച് അമേരിക്ക നിർമ്മിക്കുന്ന ഒരു മിസൈൽ വേറെ രാജ്യത്ത് പ്രയോഗിച്ചുകൊണ്ട് ഇത്ര നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയ്ക്ക് നിലവിൽ പറയാനൊന്നും പറ്റില്ല. കാരണം അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് അത്ര നോളേജ് ഉള്ളൂ. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ആ ഒരു പ്രയാസം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ 2 തരത്തിൽ ഈ വിഷയമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒന്ന്, അമേരിക്കയുടെ പൗരന്മാരുടെ സുരക്ഷിത ഇടത്തിലേക്ക് മാറണം. ജോലിയോ കാര്യങ്ങളോ ഇല്ലാതെ ടൂറിസ്റ്റ് പോലെയുള്ള സംവിധാനത്തിൽ അല്ലെങ്കിൽ ആ വിസയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? രാജ്യത്തേക്ക് മടങ്ങണം. ആ മടങ്ങാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ അറേബ്യൻ രാജ്യങ്ങളാണെങ്കിൽ അവർ ചെയ്തു തരും. അതിൽ എംബസിയോ കോൺസുലേറ്റ് ബന്ധപ്പെടണം. ഈ തരത്തിൽ പോലും പറയുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ചുരുക്കം. അപ്പോൾ പ്രതലത്തിൽ ഭൂമിയിലൂടെ യഥാർത്ഥത്തിൽ ജൂത വിഭാഗങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാർക്കൊക്കെ വിഷയമുണ്ട് എന്ന് പറയുന്നത് ട്രംപ് തന്നെയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രംപ് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, മറ്റാരും പറഞ്ഞതല്ല. അല്ലാതെ അറേബ്യൻ രാജ്യത്ത് ഏതെങ്കിലും ഒരു അമേരിക്കൻ പൗരൻ ആക്രമിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം വെച്ചാൽ അവിടെ കഠിനമായിരിക്കുന്ന ശിക്ഷയാണ്. അത് അമേരിക്കൻ പൗരന്മാരായതുകൊണ്ട് ശിക്ഷയ്ക്ക് ഇളവൊന്നും ഉണ്ടാവില്ല. ശിക്ഷ കഠിനമായതാണ്. ഏതെങ്കിലും തരത്തിൽ അപകടമോ ഈ കൊലപാതകം പോലെയുള്ള കാര്യങ്ങൾ നടന്നാൽ തലവെട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിയമം അതിൻ്റെ കർക്കശമായിരിക്കുന്ന നിയമരീതികളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും സ്ഥിതിഗതികൾ ഗൗരവത്തിലാണ് എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം ചെങ്കടൽ പൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇറാൻ പൂട്ടിയിരിക്കുന്ന ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ ഇപ്പോഴും സങ്കീർണമായിട്ട് തുടരുന്നതിനോടനുബന്ധിച്ച് ചെങ്കടലിലെ ബാബുൽ മന്ദബ് ഹൂത്തികൾ അടക്കുകയും ചെയ്താൽ പിന്നീട് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള പെട്രോളിയം അതിൻ്റെ വില ഏകദേശം 30% വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ അമേരിക്ക തുടരുകയാണെങ്കിൽ വില, അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോൾ ഏകദേശം 78-82 ആ റേഞ്ചിലൊക്കെ ഉള്ളത്, അത് $200 കടക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ്.
അപ്പോൾ അനാവശ്യമായിരിക്കുന്ന യുദ്ധവും ആക്രമണവും തങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നതിൽ നിന്ന് അമേരിക്ക മാറി നിന്നിട്ടില്ലെങ്കിൽ അതിന് നാശവും നഷ്ടവും അനുഭവിക്കേണ്ടി വരിക നിങ്ങളോടൊപ്പം മറ്റു ലോക രാജ്യങ്ങളുമാണ് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞു വെക്കുന്നു. ഏതായിരുന്നാലും ചെങ്കടലിൽ ഹൂത്തികൾ സജീവമാകുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അത് നമ്മളെപ്പോലും സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.